വിക്സ് വേപ്പറും. ഇത് വീട്ടിലില്ലാത്തവർ ചുരുക്കം തന്നെയായിരിക്കും. ഏകദേശം 125 വർഷത്തിൽ കൂടുതലായി വിക്സ് നമ്മുടെ കൂടെ കൂടിയിട്ട്. പനിക്കും ജലദോഷത്തിനും തുമ്മലിനും തൊണ്ടവേദനയ്ക്കുമെല്ലാം വിക്സ് നമുക്ക് ആശ്വാസമാണ്. 1894 ലൻസ്ഫോർഡ് റിച്ചാർഡ്സൺ എന്ന ഫാർമസിസ്റ്റാണ് വിക്സ് നിർമ്മിക്കുന്നത്. ക്രൂപ്പ് ഡിസീസ് കൊണ്ട് ബുദ്ധിമുട്ടിയ തൻ്റെ മകന് ആശ്വാസമായിക്കോട്ടെ എന്ന് കരുതി ലഭ്യമായ ചില മരുന്നുകളോടൊപ്പം കർപ്പൂരവും യൂക്കാലിപ്റ്റസും അതുപോലെ മെന്തോളും കൂടെ പെട്രോളിയം ജെല്ലിയിൽ സംയോജിപ്പിച്ച് ഒരു മരുന്ന് നിർമ്മിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ മകന് ആശ്വാസമേകുകയും ചെയ്തു. അങ്ങനെ വാണിജ്യ അടിസ്ഥാനത്തിൽ ഈ മരുന്ന് നിർമ്മിച്ചു. ഇതിൻ്റെ പേര് ക്രൂപ്പ് ആൻഡ് ന്യൂമോണിയ സാൽവേ എന്നായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരനായ ഡോക്ടർ ജോഷുവ വിക്കിൻ്റെ പേര് ഇതിന് നൽകി വിക്സ് എന്ന പേരിൽ പുറത്തിറക്കാൻ തുടങ്ങി. അന്നും ഇന്നും ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈ ബോട്ടിലിൻ്റെ നിറം നീലയാണ്. ആശ്വാസത്തിൻ്റെ പ്രതീകമാണ് നീല. അങ്ങനെയാണ് ഈ ബോട്ടിലിന് നീല നിറം വന്നത്. 1983 കണ്ണാടി കുപ്പി, അതായത് ചില്ലുകുപ്പിയിൽ സൂക്ഷിച്ചിരുന്ന വിക്സ് പ്ലാസ്റ്റിക് കുപ്പിയിലോട്ട് സ്ഥാനം മാറി. ഇന്നും നമ്മൾ വിക്സ് ഉപയോഗിക്കുന്നുണ്ട്. വിക്സ് തലവേദനയ്ക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശരിക്കും ഒരു കൂളിംഗ് എഫക്റ്റും ഒരു എരിച്ചിൽ എഫക്റ്റുമാണ് കിട്ടുന്നത്. അതായത് ഒരു ബേണിംഗ് സെൻസേഷനും ഉണ്ടാകുന്നു. ഈ ഒരു എഫക്റ്റിനെ കൗണ്ടർ ഇറിറ്റൻ്റ് എഫക്റ്റ് ആണെന്നാണ് പറയുന്നത്. ഈ എഫക്റ്റ് കാരണമാണ് നമുക്ക് തലവേദനയ്ക്ക് ആശ്വാസം കിട്ടി എന്നുള്ളൊരു തോന്നലുണ്ടാക്കുന്നത്. വിക്സ് പലരും ആവി പിടിക്കാനും ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ വിക്സ് ഇട്ട് ആവി പിടിക്കുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. വിക്സിൽ അടങ്ങിയിരിക്കുന്ന പെട്രോളിയം ജെല്ലി കണികകൾ നമ്മുടെ ലങ്സിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ലിപ്പോയിഡ് ന്യൂമോണിയയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ വിക്സിനെ കുറിച്ചിട്ടുള്ള ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.